ഡി നീ ഇവിടുന്ന് പോകാനും മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അതെ, എൻ്റെ പെങ്കൊച്ചല്ലേ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ. ഞാൻ അവിടെ പോയിട്ട് അവളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പോവാ. ഈശ്വര, ആ സഞ്ജുവിനെങ്ങാനും PSC കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചാവാൻ പോവാ? ഞങ്ങൾ ചാവേ ജീവിക്കുക എന്ത് വേണേലും ചെയ്യും. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ല, എന്റെ സഞ്ജുവിന് കോമ്പറ്റീഷൻ ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഞാനും എൻ്റെ മോളും നിങ്ങളുടെയും നിങ്ങളുടെ മോനും എപ്പോഴും കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് സരിതയുടെയും മോളുടെയും ജീവിതം പിന്നെയും ബാക്കി. എടി നീ അവളെ സമാധാനിപ്പിക്കേണ്ട പകരം എരുതിയിലേക്ക് എണ്ണ ഒഴിക്കണോടി. എന്നെ ആരും സമാധാനിപ്പിക്കണ്ട, ഞാൻ സ്വയം സമാശ്വസിച്ചോളാം. അതിന് നിന്നെ ആരെയും കൂടെ സമാധാനിപ്പിക്കാൻ വന്നേ? ഞാൻ നിന്നെ സമാധാനിപ്പിച്ചോളാം. അമ്മയെ സമാധാനിപ്പിക്കണ്ട, ഞാൻ പോകണം. അടയ്ക്കാൻ പറ്റുന്നില്ല. മാർക്ക് അറിയിക്കാം. അമ്മ, അപ്പൊ സ്വത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അതിന് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. ജോലി കിട്ടുമല്ലോ. ആ, ജോലി കിട്ടിയിട്ട് സ്വത്തൊക്കെ തീരുമാനിക്കാം, പാകം ചെയ്യണോ വേണ്ടിയെന്നൊക്കെ. ഈ സ്വത്ത് മുഴുവനെ കിട്ടിയിട്ട് വേണം തള്ളേനൊരു പാഠം പഠിപ്പിക്കാൻ. പാഠം പഠിപ്പിക്കാൻ ഇങ്ങ് വന്നേരെ കേട്ടാ, സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞോണ്ട്. എന്റെ മോൻ PSC എഴുതിട്ട് പാസ്സാവും. തള്ളേ എന്തായാലും വിത്ത് കിട്ടിയ എന്നാ ഇനി ഇതെല്ലാം വേഗം കേൾക്കൂല. എല്ലാം മോടുന്നുണ്ടല്ലോ, നോക്കുന്നില്ലോ നിങ്ങളെ ആരും. അച്ഛാ, അപ്പച്ചി പോയി വെട്ടി കൊടുക്കലായിട്ട് സ്ഥലം കിട്ടും. എങ്ങനെയുണ്ട് പ്രകാശി, എന്റെ പണി ഏറ്റ്? പണി വെക്കാൻ നീ മിടുക്കനാണല്ലോ. പിന്നല്ലാതെ. അല്ല, ഇതെന്താ കയ്യിലൊരു കവറൊക്കെ? ഇത് മക്കൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ച ലഡു. എന്നാ പിടിച്ചോ, പിടിയടാ. ആർക്കും കൊടുക്കണ്ട, ഒറ്റയ്ക്ക് കൊണ്ടു വെച്ചു. എനിക്കോ? ആ എടാ കഴിച്ചോടാ, ഷുഗർ വരും ഓർത്തിട്ടാണോ? ഈ പ്രായത്തിൽ ഒരു ഷുഗറും വരത്തില്ല. അല്ല, അത് വേണ്ടായിരുന്നു. എടാ, ഇപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, നീ ധൈര്യമായിട്ട് കഴിച്ചു. കഴിച്ചോടാ. അച്ഛാ, അത് പിന്നെ എന്തേ, സരിത വല്ലോ നിന്നെ പറഞ്ഞ? അപ്പച്ചി എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എൻട്രൻസിന് ഞാൻ പൊട്ടി. അല്ല, അത് എനിക്കും അറിയത്തില്ല ഞാൻ എങ്ങനെ പൊട്ടിയെന്ന്. അത് ഞാനും ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ അല്ലടാ ഇവിടെ വന്ന് ജയിച്ചെന്ന് തുള്ളിച്ചാടിയതൊക്കെ. അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. അങ്കിളുടെ ഫ്രണ്ടല്ലേ അവിടുത്തെ ഓണർ, പുള്ളി എനിക്ക് സെറ്റാക്കി തരും സീറ്റ്. അങ്കിൾ ഒന്ന് പറഞ്ഞാൽ പോരെ? ഓ, പ്രകാശിനെ പോലെ തന്നെ മോനും ഓസാണ്. അതെ, എനിക്ക് പോയിട്ട് അത്യാവശ്യ കേസുണ്ട്, പിന്നെ കാണാം. ഒന്ന് പറയാ സീറ്റിന്റെ കാര്യം. ചെല്ലടാ അങ്ങോട്ട്. എന്റെ ഫ്രണ്ട് പരമദ്രോഹി, എന്തുവാടാ ഇത്? അല്ല, ഞാൻ അടുത്ത വട്ടം ഞാൻ ശരിക്കും പഠിച്ചത്. അടുത്ത വട്ടം നിനക്കും വച്ചിരിക്കുന്നു. ഇനി ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീ കയറണ്ട. നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് PSC ബുക്കൊക്കെ വായിച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ജയിക്കാന്നോ? ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ നടക്കും. അത് പിന്നെ അപ്പച്ചി വന്നപ്പോ ഓളത്തെ ഞാനങ്ങ് തള്ളി വിട്ടതല്ലേ ഞാൻ ജയിച്ചെന്നൊക്കെ. എന്റെ പ്രദേശം മൊത്തം വീണോങ്കളായിരുന്നു. ചെല്ലടാ അങ്ങോട്ട്. അവൻ അവന്റെ കൂട്ടുകാരൻ. അങ്ങനെ ബന്ധവും ഇല്ല, ഒരു കൂട്ടുകാരനും ഇല്ല. നിനക്ക് അഡ്മിഷൻ കിട്ടാൻ പോകും. ജയിച്ചെന്നോർത്ത് ഞാൻ പോയി സ്വീറ്റ്സും ലഡു ഇങ്ങോട്ട് തരാം. നീ തിന്നണ്ട കേട്ടാ. തോറ്റതിലല്ല, കള്ളം പറഞ്ഞു. കള്ളൻ, കരിങ്കള്ളൻ. സത്യം പറഞ്ഞ് ജീവിക്കാൻ നോക്കടാ. അമ്മേ, അമ്മയുടെ പുന്നാരമോന് ലഡ്ഡു തള്ളിക്കയറ്റി കൊടുക്കണല്ലേ? അതിന് അമ്മയുടെ ജീവൻ എപ്പോഴേ പോയിരിക്കുക. സരിതപ്പച്ചയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പകുതി ജീവിതം കൂടി പോകും. പകുതിയാ, ചിലപ്പോ ബാക്കിയില്ലേ ജീവനും പോവും. അതന്നെയാടാ. അമ്മ, സഞ്ജു എൻട്രൻസിൽ തോറ്റ കാര്യം അമ്മ സരിതയോട് പറയണ്ട. ഞാനത് എപ്പോഴേ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, അമ്മയുടെ ബാക്കി ജീവൻ പോണേന് മുമ്പേ അമ്മയുടെ ലഡ്ഡു ഞാൻ എടുത്തോട്ടെ. എന്നെ എന്തോ ആരും കഴിക്കാൻ വിളിക്കാഞ്ഞത്? മുട്ടയും പാലും ഇല്ലാത്തോണ്ട്. അമ്മേ, ചേച്ചി പറയുന്നത് കേട്ടോ. നിർത്തടാ. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഒച്ച വെള്ളം തരില്ല ഞാൻ നിനക്ക്.
ഈ ഊപ്പ് എൻട്രൻസിനെ എനിക്ക് എഴുതാൻ പറ്റാതെ വന്നുള്ളൂ. PSC-യിലെ എൻ്റെ പേര് ഞാൻ കേട്ടി കാണിച്ച റാങ്കിൽ അങ്ങ് മോളിത്തെ റാങ്കിൽ കേട്ടോ. നീ ഒന്ന് പോയടാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈമനക്കണം. നീ ചെല്ല്. പോടാ. സഞ്ജുവേട്ടന് കഴിക്കാൻ നിങ്ങൾ കൊടുക്കച്ച പാവല്ലേ. അടുത്ത പ്രാവശ്യം PSC-ക്ക് സെറ്റ് ആക്കും ചേട്ടൻ, ഉറപ്പാണ്. ദേഷ്യമാ സഞ്ജുവേട്ടന്റെ അടുത്ത് എന്തിനാ തീർക്കണേ? തൊണ്ടേ കുടുങ്ങരുത്. മധുരമുണ്ട്. എന്നാലും ഞാൻ ആ സരിതയുടെ മുഖത്തിനെ എങ്ങനെ നോക്കും?